കോടിക്കണക്കിന് രൂപ സബ്സിഡി കൊടുക്കുമ്പോൾ കാർഷിക മേഖലയിലെ സബ്സിഡികൾ നിർത്തലാക്കിക്കൊണ്ട് സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത കുറയ്ക്കുക എന്നൊരു നയപരിപാടിയാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ശക്തമായ പ്രക്ഷോഭം കേരള വ്യാപകമായി നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ധർമ്മ നടക്കുന്നത്. ഈ ധർമ്മയുമായി ഞാൻ പിന്നെ ആ ടേബിളിൻ്റെ അവിടെ പോയിരുന്ന സരിക സരി ആ അല്ല അവളും കൂടി കൂടെ നിൽക്കട്ടെ. സരി നീ ഇത്രയൊന്ന് നീങ്ങിയിരിക്കണം. കുഴപ്പമില്ല. അമ്മ ഇനി ഇങ്ങോട്ട് ഇരിക്കണേ. ഇങ്ങോട്ട് ഇരുന്നത് കാലങ്ങോട്ട് കാലങ്ങോട്ട്. ഇനി ആ വിരുത്തി എന്ന് പറഞ്ഞ സാധനം ഇവിടെ കിടക്കണം. അമ്മ മുട്ടിന്റെ റൊട്ടേഷൻ ഒരു നോമ്പ് പിടിക്കാത്ത ആൾക്കാരാണ് ആരോഗ്യം പിന്നെ കമിഴ്ത്തിട്ടെ പിന്നെ കമിഴ്ത്തിക്കിടത്തിട്ടെ ഇതാണോ അപ്പൊ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു അവാർഡ് തരോടാ. നിനക്ക് ഒരു പോസ്റ്റ് ചെയ്യിപ്പിച്ചിട്ട് ഇത്രയും കൃത്യമായിട്ട് ചെയ്ത എസ് സ്പെഷ്യൽ അവാർഡ്. എടാ നീ ബ്ലഡ് അവിടെ പോയില്ലേ, 350 രൂപ പണിക്കരുടെ വണ്ടിയിൽ പെട്രോൾ അടിച്ച് നാനോയ്ക്ക്. പിന്നെ ഞാനൊരു സ്പിരിറ്റ് മേടിച്ചു. അത് നീ കണ്ടിട്ടില്ലേ സാറ് ചില സമയത്തൊക്കെ? ഞാൻ മറ്റേ ഷോൾഡർ ജോയിന്റ് ഒക്കെ ഞാൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പേഷ്യന്റ് 80% വ്യത്യാസം എന്ന് പറയുമ്പോൾ സാറ് എണീറ്റങ്ങ് വരും. എന്നിട്ട് സാറങ്ങ് കയറി ഇറങ്ങും. 100% വേദന മാറ്റിയിട്ട് നമ്മളിവിടുന്ന് വിടുള്ളൂ പേഷ്യൻസിനെ. കണ്ടിന്യൂ. അമ്മ ഇവിടെ വേണുണ്ടോ? ഇല്ല. എണീറ്റ് ഇരിക്കുവോ ഇനി? തലയിൽ ഏത് എണ്ണ ആക്കണേ? തലയിൽ ഏത് എണ്ണയാണ് തേക്കുന്നത്?
പച്ച വെളിച്ചെണ്ണയാണോ? അത് മാറ്റിയിട്ട് എന്തെങ്കിലും കാച്ചി ഉണ്ടെങ്കിൽ കാച്ചി എന്ന് പറയുമ്പോൾ കറ്റാർ വാഴയും മൈലാഞ്ചി ഒന്നും ഇടരുത്. ചെമ്പരത്തി പൂ വേണ്ട. അപ്പൊ അത് മാറ്റിയിട്ടേ ചെമ്പരത്തി വേണ്ട, കറിവേപ്പിലയും തുളസി ഇലയും മാത്രം ചേർക്കാം. ഇതൊക്കെ തണുപ്പുണ്ടാവേണ്ട സാധനങ്ങൾ തലയിൽ തേക്കുന്നതുകൊണ്ടാണ് തലവേദന തലവല്ലാണ്ട്. കറ്റാർ വാഴ ഡോറിന്റെ അവിടെ വരെ സ്പീഡിലൊന്ന് നടന്നു നോക്കി, സ്പീഡിലൊന്നും നടന്നു നോക്കി. വ്യത്യാസമില്ലേ? എത്ര ശതമാനം? 50% വ്യത്യാസമുണ്ടോ? 50% വ്യത്യാസമുണ്ടോ? പകുതി ആശ്വാസം ഉണ്ടോ? മാറിയോ അല്ലെങ്കിൽ ആശ്വാസം ഉണ്ടോ? അതേപോലെ കാർഷിക മേഖലയിൽ ഇന്ത്യ നമ്മളെല്ലാം കുട്ടികളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള കാർഷിക രാജ്യമാണ്. അങ്ങനെ ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയിലെ റെയിൽവേ കൂടെ കടന്നില്ല. തീവണ്ടിക്ക് ശാസ്ത്രത്തിന് അറിയുന്നുണ്ട്, പഞ്ചസാരകളുണ്ട്, ഉഴുന്നുകളുണ്ട്. നാട്ടി മാറ്റാൻ നമുക്ക് കഴിയുന്നില്ല. അപ്പൊ കാർഷിക മേഖലയിൽ വരുന്ന ഈ തെറ്റായ നയങ്ങൾക്കെതിരായ പോരാട്ടമാണ് ഏറ്റവും വലിയ ശക്തിയോട് നടത്തുന്നത്. അതല്ലാതെ ഇന്നലെ ചോദിച്ചപ്പോൾ നമുക്ക് ഇനി നാളെ ഉപയോഗിക്കാൻ കഴിയും. കാരണം നാളെ ഉപയോഗിക്കാൻ നമുക്ക് കഴിയാത്തത് ഇന്നലെ കിട്ടിയ സാധനത്തിന്റെ വിലയല്ല ഇന്ന് വരുന്ന സാധനം. പക്ഷെ വരുമാനം ഇന്നലെ കിട്ടിയതിനേക്കാൾ കുറവാണ്. നിങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തികത്തിൽ പരിശോധിച്ചാൽ മാറ്റം പരിശോധിച്ചാൽ നമുക്കറിയാം. പണമുള്ളവൻ വളരെ വേഗത്തിൽ പണമുള്ളവനായി, പണമില്ലാത്തവർ വളരെ വേഗത്തിൽ നൽകുന്നതായി മാറുന്ന ഒരു സ്ഥിതിയാണ്. ഈ സ്ഥിതി നമ്മുടെ നയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഗവൺമെന്റിന്, കോൺഗ്രസ് ഗവൺമെന്റിന്, UP ഗവൺമെന്റ് മാറിയോ? ഇരുന്നിട്ടൊന്ന് എഴുന്നേറ്റു. അവന്റെ വളർത്തിന് സബ്സിഡി കൊടുക്കാൻ, അവന്റെ ഈ സാമ്പത്തിക നയങ്ങൾ രൂപപ്പെടുന്നത് ഇവിടെയല്ല, ഇന്ത്യയിലല്ല. നവോത്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ കാര്യങ്ങളിലാണ് ചൂടുണ്ടോ അമ്മ? ചെറുതായിട്ട് ചൂട് വന്നല്ലേ? മറ്റേ കാലം കൂടെ കാണിച്ചു. ഒരു കാര്യം ചെയ്യണം, പുളിയുള്ള ആഹാരങ്ങൾ